IS മെത്തേഡ് വെച്ചിട്ടുള്ള M20യുടെ മിക്സ് ഡിസൈനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു പ്രോബ്ലം പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് തന്നിട്ടുള്ള ഡിസൈനിൻ്റെ ഡാറ്റാസ് നോക്കാം. യൂസിങ് IS മെത്തേഡ് ഡിസൈൻ എ കോൺക്രീറ്റ് മിക്സ് ഫോർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ ഫോർ ദ ഫോളോയിങ് റിക്വയർമെൻറ്റ്സ്. M20യുടെ ഡിസൈനാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഡിസൈൻ ഡാറ്റാസാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് 20 Newton/mm². അതിൽ നിന്നാണ് ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ വാല്യൂ എന്നാണ് നമ്മൾ ഏത് മിക്സ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അത് 20 ആയതുകൊണ്ടാണ് M20 എന്ന് പറഞ്ഞ മിക്സ് ആയത്. മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് 20 mm, ആംഗുലാർ ആണ്. ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി 0.9, CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്ഷൻ ഫാക്ടർ. ഡിഗ്രി ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഗുഡ് ആണ്. പിന്നെ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് മൈൽഡ് കണ്ടീഷനാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആണ്. ടെസ്റ്റ് ഡാറ്റ ഫോർ മെറ്റീരിയൽ, ഇതും ക്വസ്റ്റ്യൻ്റെ ബാക്കിയുള്ളതാണ്. സിമെൻറ്റ് യൂസ്ഡ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഓഫ് ഗ്രേഡ് 43 വിത്ത് 28 days സ്ട്രെങ്ത് 51 Newton/mm². SD സ്പെസിഫിക് ഗ്രാവിറ്റി, സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.15, ബൾക്ക് ഡെൻസിറ്റി 1415 kg/m³. ഇനി അഗ്രിഗേറ്റുകളുടെ ഫൈൻ അഗ്രിഗേറ്റിന്, കോഴ്സ് അഗ്രിഗേറ്റിന് സ്പെസിഫിക് ഗ്രാവിറ്റി, വാട്ടർ അബ്സോർപ്ഷൻ, ബൾക്ക് ഡെൻസിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.66, കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ 2.75, അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണെന്നുള്ളതും ഫ്രീ മോയ്സ്ചർ അതിൽ എത്ര ഉണ്ടെന്നുള്ളതും ബൾക്ക് ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളതിൻ്റെ പ്രൊസീജിയർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ടാർഗറ്റ് സ്ട്രെങ്ത്. ടാർഗറ്റ് സ്ട്രെങ്ത് ഇക്വേഷനാണ് FCK ഡാഷ് ഇസ് ഈക്വൽ ടു FCK പ്ലസ് T ഇൻറ്റു S. FCK എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 20 Newton/mm² തന്നിട്ടുണ്ട്. ആ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. FCK ഈസ് ഈക്വൽ ടു 20 Newton/mm². T എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ ആണ്. നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 1.65 ആണ്. കണ്ടീഷൻ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. നമ്മൾ എടുക്കുന്നത് 1.65 എന്നുള്ള വാല്യൂ ആണ്. ഇനി അടുത്തത് S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഫോർ M20 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 4. അതായത് നമുക്കൊരു ടേബിൾ, ഞാൻ പ്രൊസീജിയർ പറഞ്ഞപ്പോഴേ ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആ ടേബിളിൽ നിന്നാണ് കണ്ടുപിടിക്കുക. നിങ്ങളുടെ IS കോഡിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടേബിൾ കാണാം. ടേബിൾ 5 എന്നോ പേജ് നമ്പർ 5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ M20 ഗ്രേഡിനുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 4 ആണ്. നമുക്കിതിൽ എല്ലാ വാല്യൂവും കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. FCK ഡാഷ് ഇസ് ഈക്വൽ ടു 20 പ്ലസ് 1.65 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് ഏകദേശം വാല്യൂ 26.6 Newton/mm² എന്ന് കിട്ടും. അതായത് ടാർഗറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 26.6 Newton/mm². നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. വാട്ടർ സിമെൻറ്റ് റേഷ്യോ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊസീജിയറിന് ഞാനൊരു ഗ്രാഫിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോയും ടാർഗറ്റ് സ്ട്രെങ്ത്തും അതിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. ഇതിൽ X ആക്സിസിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോയും Y ആക്സിസിൽ ടാർഗറ്റ് സ്ട്രെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ ടാർഗറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 26.6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിൻ്റെ ഒരു സ്ട്രക്ചർ ഏകദേശം മനസ്സിലാക്കി വയ്ക്കണം. എക്സാമിന് നമുക്ക് ഈ ഗ്രാഫ് തന്നിട്ടുണ്ടാവില്ല. നമ്മൾ ഏകദേശം ഊഹിച്ചിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ 26.6ന് കറസ്പോണ്ടിങ് ആയിട്ട് Y ആക്സിസിലുള്ള ടാർഗറ്റ് സ്ട്രെങ്ത്ത് 26.6ന് കറസ്പോണ്ടിങ് ആയിട്ട് X ആക്സിസിലുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്രയാണ് ഈ ഗ്രാഫിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടത്. ഫിഗർ നമുക്ക് കിട്ടുക ഫ്രീ വാട്ടർ സിമെൻറ്റ് റേഷ്യോ റിക്വയർഡ് ഫോർ ദ ടാർഗറ്റ് സ്ട്രെങ്ത് 26.6 Newton/mm² ഈസ് 0.50. അതാണ് നമുക്ക് ഏകദേശം വാല്യൂ കിട്ടുക. ആ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് ആ ടാർഗറ്റ് സ്ട്രെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എസ്റ്റിമേഷൻ ഓഫ് എയർ കണ്ടൻറ്റ്. എയർ കണ്ടൻറ്റിൻ്റെ എസ്റ്റിമേഷനാണ്. അതിനും നമ്മളൊരു ഗ്രാഫ് ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 20 mm സൈസ് ഓഫ് അഗ്രിഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രത്തോളം പെർസെൻറ്റേജ് എയർ അതിൽ എൻട്രാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ടേബിൾ പോലെ 10 mm ഇത്ര വാല്യൂ, 20 ഇത്ര വാല്യൂ, 40 mm ഇത്ര വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 20 mm സൈസ് ഓഫ് അഗ്രിഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫോർ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഓഫ് 20 mm ദ എയർ കണ്ടൻറ്റ് ഈസ് ടേക്കൺ ആസ് 2%. 20 mm സൈസ് ഓഫ് അഗ്രിഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏകദേശം 2%ഓളം എയർ കണ്ടൻറ്റ് ഉണ്ട്.
നമുക്ക് ആ സ്റ്റെപ്പിൽ നിന്ന് എയർ കണ്ടൻറ്റ് കിട്ടി. 4th സ്റ്റെപ്പ് വാട്ടർ ആൻഡ് സാൻഡ് കണ്ടൻറ്റ്. വാട്ടർ കണ്ടൻറ്റും സാൻഡ് കണ്ടൻറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൊസീജിയറിൽ നമ്മൾ 2 ടേബിൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എബോവ് ഗ്രേഡ് M35 ആണെങ്കിലും ബിലോ ഗ്രേഡ് M35 ആണെങ്കിലും. ആദ്യത്തെ ടേബിൾ എന്ന് പറയുന്നത് M35 വരെ ഉള്ളതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ടേബിൾ M35 എബോവ്, അതായത് M40, 45 സെക്കൻഡ് ടേബിൾ യൂസ് ചെയ്യും. അതിൽ നിന്നുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് M20 ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ M20 വേണ്ടിയിട്ട് അപ് ടു M ഗ്രേഡ് M35 പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ടേബിളാണ് എടുക്കുക. ആ ടേബിളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ടേബിളിന് 20 mm സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 186 ആണ്. സാൻഡ് പെർസെൻറ്റേജ് 35 ആണ്. 35 എന്ന് പറയുന്നത് പെർസെൻറ്റേജിലാണ്. ടേബിൾ എങ്ങനെ എടുത്തതെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. അതായത് നമുക്ക് വാട്ടർ കണ്ടൻറ്റും സാൻഡ് കണ്ടൻറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ അവൈലബിൾ ആണ്. ആദ്യത്തെ ടേബിൾ എന്ന് പറയുന്നത് അപ് ടു ഗ്രേഡ് M35 വരെ ഉള്ളതിന് മാത്രമേ ആദ്യത്തെ ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആദ്യത്തെ വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ടേബിൾ എന്ന് പറയുന്നത് M35 എബോവ് ഉള്ള വാല്യൂസിനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേബിളിൽ നോക്കി. ആദ്യത്തെ ടേബിളിൽ നമ്മുടെ അഗ്രിഗേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 mm ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ടർ കണ്ടൻറ്റ് 186ഉം സാൻഡ് പെർസെൻറ്റേജ് 35 ആണ് കിട്ടി. മുമ്പ് ആ ടേബിളിൻ്റെ കൂടെ തന്നെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടേബിളിൽ നിന്ന് ഈ വാല്യൂസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.6 ആയിരിക്കണം. അതേപോലെ തന്നെ കോമ്പാക്ഷൻ ഫാക്ടർ 0.82 ആയിരിക്കണം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കോമ്പാക്ഷൻ ഫാക്ടർ 0.9 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെടുത്തിട്ടുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.50 ആണ്. വ്യത്യാസങ്ങൾ വന്നു. വാട്ടർ സിമെൻറ്റ് റേഷ്യോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് 0.6 ആണ്, നമുക്കുള്ളത് 0.5 ആണ്. അതേപോലെ തന്നെ കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് കോമ്പാക്ഷൻ ഫാക്ടർ 0.8 ആണ്. നമ്മളെടുത്തിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 0.9 എന്നുള്ളതാണ്. സോ അതിനുള്ള കറക്ഷൻസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ വാല്യൂസ് തന്നിരിക്കുന്നതാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അതായത് 20 mm സൈസ് ഓഫ് അഗ്രിഗേറ്റിന് 186 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ കണ്ടൻറ്റും സാൻഡ് പെർസെൻറ്റേജ് 35 കിട്ടും. ഇത് സോൺ 2-ലാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതായത് നമ്മുടെ ഈ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് സോൺ 2-ലാണ് കൺഫൈൻ ആയിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ആ കണ്ടീഷൻസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കറക്ഷൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ കറക്ഷൻ എന്ന് പറയുന്നത് ഫോർ ഡിഗ്രി ഇൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോ, അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 0.6 ആയിരുന്നു, നമുക്ക് തന്നിരിക്കുന്നത് 0.5 ആണ്. അപ്പോൾ അതിലെത്ര വ്യത്യാസം വന്നു? നമുക്കൊരു ഡിക്രീസാണ് ഉണ്ടായത്. അതായത് സ്റ്റാൻഡേർഡ് വാല്യൂവിനെക്കാട്ടിലും കുറയാണ് ചെയ്തത്. അപ്പോൾ ഡിക്രീസ് വന്നു. ഡിക്രീസ് എന്ന് പറയുന്നത് 0.1 ആണ്. അതായത് 0.6-ന് 0.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.1 കിട്ടും. 0.1 എന്ന് പറഞ്ഞതിന് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആ മൈനസ് ചെയ്ത വാല്യൂ ഡിവൈഡഡ് ബൈ 0.05 ഇൻറ്റു 1, അതാണ് ഇക്വേഷൻ. നമുക്ക് ആ സ്റ്റാൻഡേർഡ് വാല്യൂന്ന് നമുക്ക് കിട്ടിയ വാല്യൂ മൈനസ് ചെയ്യുക. ആ മൈനസ് ചെയ്ത വാല്യൂ ഡിവൈഡഡ് ബൈ 0.05 ഇൻറ്റു 1, അതായത് ഓരോ 0.05നും ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0.1-ൽ എത്ര 0.05 ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂന്ന്, അതായത് 0.6-ന് നമുക്ക് കിട്ടിയ വാട്ടർ സിമെൻറ്റ് റേഷ്യോ മൈനസ് ചെയ്യുക. ആ മൈനസ് ചെയ്ത വാല്യൂവിനെ 0.05 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടിയ ആൻസറിനെ ഇൻറ്റു 1, ആ കിട്ടിയ ആൻസർ തന്നെ. അതാണ് നമുക്ക് ചേഞ്ച് ഇൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വരിക. അത് 2 കിട്ടി ആ വാല്യൂ. അപ്പോൾ അതിലുള്ള കറക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റിൽ അപ്പോൾ കറക്ഷൻസ് ഒന്നും വരില്ല, 0 കൊടുക്കുക. പെർസെൻറ്റേജ് ഓഫ് സാൻഡിൽ നമുക്ക് ഡിക്രീസ് ആയതുകൊണ്ട് ഈ കിട്ടിയ വാല്യൂ -2 എന്ന് എഴുതുക. ഇൻക്രീസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ +2 എന്ന് എഴുതണമായിരുന്നു. അപ്പോൾ ഡിക്രീസ് ആയതുകൊണ്ട് -2 എന്ന് എഴുതി. നെക്സ്റ്റ് ഫോർ ഇൻക്രീസ് ഇൻ കോമ്പാക്ഷൻ ഫാക്ടർ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 0.8 ആയിരുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.9 ആണ്. അപ്പോൾ നമുക്കതിലൊരു ഇൻക്രീസ് വന്നു. സാധാരണ സ്റ്റാൻഡേർഡ് വാല്യൂവിനെക്കാട്ടിലും കുറച്ചുകൂടി ഇൻക്രീസ് വന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫോർ ഇൻക്രീസ് ഇൻ കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് എഴുതിയത്. അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. 0.9 മൈനസ് 0.8, ഡിഫറൻസ് 0.1 കിട്ടും. അപ്പോൾ തമ്മിലുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കണ്ടുപിടിച്ചു. ആ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു 3, അതിന് നമ്മൾ 3 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ 3 എന്ന് കിട്ടി. വാട്ടർ കണ്ടൻറ്റിൽ അത് +3 എന്നായിട്ട് എഴുതുക. ഇൻക്രീസ് ആയതുകൊണ്ടാണ് പ്ലസ് എന്ന് എഴുതുന്നത്, ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് എഴുതണമായിരുന്നു. അപ്പോൾ +3 എന്ന് എഴുതി.
സാൻഡ് പെർസെൻറ്റേജിൽ ഡിഫറൻസ് ഒന്നുമില്ല, 0. പിന്നെ ഫോർ സാൻഡ് കൺഫൈനിങ് ടു സോൺ 3. നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള സോൺ എന്ന് പറയുന്നത് സോൺ 2 ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് സോൺ 3 ആണ്. നമ്മളൊരു ടേബിളിൽ നിന്ന് വാല്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 186, 35 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് വാല്യൂസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് സോൺ 2-ലായിരിക്കണം. ഇപ്പോൾ നമുക്കിതിലുള്ളത് സോൺ 3-ലാണ്. അതിനുള്ള കറക്ഷൻ ഞാൻ ആ സ്റ്റാൻഡേർഡ് ടേബിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റിൽ കറക്ഷനൊന്നുമില്ല, 0. സാൻഡ് പെർസെൻറ്റേജിൽ -1.5. സോൺ 3 ആയതുകൊണ്ടുള്ള കറക്ഷനാണ്. അപ്പോൾ അതിന് നമ്മൾ ടോട്ടൽ ചെയ്തതാണ്. വാട്ടർ കണ്ടൻറ്റിൽ മൊത്തം +3 വരും. സാൻഡ് പെർസെൻറ്റേജിൽ മൊത്തം ഈ -2ഉം -1.5ഉം ഉണ്ട്. അപ്പോൾ ഏകദേശം -3.5 എന്നുള്ള വാല്യൂ വരും. അപ്പോൾ നമ്മളെടുത്തതിൻ്റെ കറക്ഷനാണ് വാട്ടർ കണ്ടൻറ്റിൽ +3ഉം സാൻഡ് പെർസെൻറ്റേജിൽ -3.5 എന്നുള്ള കറക്ഷൻസ് വന്നു. ടേബിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിലാണ് കുറച്ച് കൺഫ്യൂഷൻ വരിക കറക്ഷൻസ് അപ്ലൈ ചെയ്യണതിൽ. ഓരോന്നിനും നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കോമ്പാക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യുക. ആ മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ പോയിൻറ്റ്, ഇപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ 0.05 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1. കോമ്പാക്ഷൻ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 3. ഇൻക്രീസ് ആണെങ്കിൽ കറക്ഷൻസ് അപ്ലൈ ചെയ്യുന്നത് പ്ലസ് ആയിട്ടും ഡിക്രീസ് ആണെങ്കിൽ മൈനസ് ആയിട്ടും. ഞാൻ ആ സ്റ്റാൻഡേർഡ് ടേബിളിൻ്റെ ഏകദേശമുള്ള ഫോർമാറ്റ് നിങ്ങൾ പഠിച്ച് വെച്ചിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ കറക്ഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ടേബിൾ ഏകദേശം വരുന്നത് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് വേണം ഈ കറക്ഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കറക്ഷനൊക്കെ അപ്ലൈ ചെയ്ത വാല്യൂസാണ് നമ്മളെടുത്തത്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടേബിളത്തെ വാല്യൂ 186 ആയിരുന്നു. അപ്പോൾ നമ്മൾ കറക്ഷനായിട്ട് നമുക്ക് +3 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കറക്ഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 186 + 186 × 3/100. അതിൻ്റെ ഇതിൽ നിന്ന് വേണം എടുക്കാൻ. അതായത് ഈ വാല്യൂവിൻ്റെ 3% എന്നാണ്, ഈ വാട്ടർ കണ്ടൻറ്റിൻ്റെ 3% ആണ്. അതുകൊണ്ടാണ് 186/3/100 എന്ന് ചെയ്തത്. അപ്പോൾ നമുക്ക് 5.58 എന്ന് കിട്ടും. അപ്പോൾ 186 + 5.58 191.6 ലിറ്റർ/m³. അതാണ് വാട്ടർ കണ്ടൻറ്റിൻ്റെ വാല്യൂ. ഇനി റിക്വയർഡ് സാൻഡ് പെർസെൻറ്റേജ് നമുക്ക് ആ ടേബിളിൽ നിന്ന് സ്റ്റാൻഡേർഡ് ടേബിളിൽ നിന്ന് കിട്ടിയ വാല്യൂ 35 എന്നായിരുന്നു. നമുക്ക് കറക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് -3.5 എന്നുണ്ടായിരുന്നു. രണ്ടും പെർസെൻറ്റേജിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് 35 - 3.5 ചെയ്തിട്ടുണ്ടെങ്കിൽ 31.5 എന്നുള്ളത് പെർസെൻറ്റേജിൽ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 191.6 ലിറ്റർ/m³ ആൻഡ് സാൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 31.5%. നെക്സ്റ്റ് സ്റ്റെപ്പ് സിമെൻറ്റ് കണ്ടൻറ്റ്, കാൽക്കുലേഷൻ ഓഫ് സിമെൻറ്റ് കണ്ടൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. സെലക്ഷൻ ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.5 ആയിട്ട് കിട്ടി. നമുക്ക് സ്റ്റെപ്പ് 4 വാട്ടർ കണ്ടൻറ്റ് കിട്ടി 191.6 ലിറ്റർ. അപ്പോൾ ഇതിൽ അൺനോൺ എന്ന് പറയുന്നത് സിമെൻറ്റ് കണ്ടൻറ്റ് മാത്രമാണ്. അതായത് വാട്ടർ കണ്ടൻറ്റ് ഡിവൈഡഡ് ബൈ സിമെൻറ്റ് കണ്ടൻറ്റ് ഇസ് ഈക്വൽ ടു വാട്ടർ സിമെൻറ്റ് റേഷ്യോ. സോ അതിൽ നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ അറിയാം, വാട്ടർ കണ്ടൻറ്റും അറിയാം. അൺനോൺ ആയിട്ട് ഇനി സിമെൻറ്റ് മാത്രമേ ഉള്ളൂ. രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ടർ കണ്ടൻറ്റിൻ്റെ അവിടെ വാട്ടർ കണ്ടൻറ്റിൻ്റെ വാല്യൂ, വാട്ടർ സിമെൻറ്റ് അതായത് വാട്ടർ കണ്ടൻറ്റ് 191.6 ഡിവൈഡഡ് ബൈ സിമെൻറ്റ് കണ്ടൻറ്റ് ഇസ് ഈക്വൽ ടു 0.5. അപ്പോൾ അതിൽ സിമെൻറ്റ് കണ്ടൻറ്റ് മാത്രമേ നമുക്ക് അൺനോൺ ആയിട്ടുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് സിമെൻറ്റ് കണ്ടൻറ്റ് ഇസ് ഈക്വൽ ടു 383.4 kg/m³ എന്ന് കിട്ടും. അപ്പോൾ അതിൽ ലാസ്റ്റ് ഒരു ചെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു IS കോഡിൽ നമുക്കൊരു ചെക്ക് ചെയ്യാനുണ്ട്. ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന മിനിമം സിമെൻറ്റ് കണ്ടൻറ്റിനെക്കാട്ടിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ ചെക്ക് ചെയ്തിട്ട് അത് ഹെൻസ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് 300 kg/m³ ആയിരുന്നു. അതിനെക്കാട്ടിലും കൂടുതലാണ് വാല്യൂ. അതിനെക്കാട്ടിലും കുറയുകയാണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. ആ വാല്യൂവിനെക്കാട്ടിലും കൂടുതലായതുകൊണ്ട് നമ്മൾ സിമെൻറ്റ് കണ്ടൻറ്റ് 383 എന്നുള്ളത് വാല്യൂ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 6 ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് കണ്ടൻറ്റ്. ഡിറ്റർമിനേഷൻ ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് കണ്ടൻറ്റ് ആണ്. അപ്പോൾ നമുക്കതിനൊരു ഇക്വേഷൻസ് നമ്മൾ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. V = W+ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ V എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം
ഒരു മീറ്റർ ക്യൂബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും ആണ് കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് എന്നായി. അപ്പോൾ അതിൽ 2% എയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് 3 കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 1 മീറ്റർ ക്യൂബ് ഓഫ് വോളിയത്തിനുള്ള കോൺക്രീറ്റാണ് കണ്ടുപിടിക്കുന്നത്, അതിലുള്ള അഗ്രിഗേറ്റുകളാണ് കണ്ടുപിടിക്കുന്നത്. അതിൽ 2% എയർ എൻട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി വരുന്ന വോളിയം എന്ന് പറയുന്നത്, അതായത് അബ്സല്യൂട്ട് വോളിയം എന്ന് പറയുന്നത് 1 - 2/100 പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് 2/100 എടുത്തത്. അപ്പോൾ നമുക്ക് വാല്യൂ V = 0.98 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഫോർ 1 മീറ്റർ ക്യൂബിൽ നിന്ന് എൻട്രാപ്ഡ് എയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വോളിയം, ഈ വോളിയത്തിൻ്റെ ഇടയിലുള്ള ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് 0.98 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. അതിൽ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫൈൻ അഗ്രിഗേറ്റിനുള്ള ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. V = വാട്ടർ കണ്ടൻറ്റ് പ്ലസ് സിമെൻറ്റ് കണ്ടൻറ്റ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് പ്ലസ് 1 സാൻഡ് പെർസെൻറ്റേജ് ഇൻറ്റു FA എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ്, SFA എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഇൻറ്റു എല്ലാത്തിനും ഓൾ ഇൻറ്റു 1/1000. ഇക്വേഷൻ കാണാതെ പഠിക്കണം. അതിൽ ഓരോ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അബ്സല്യൂട്ട് വോളിയം 0.98 എന്നുള്ളത് നമുക്ക് കിട്ടി. ഇപ്പോൾ വീട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.98 = W എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് 191.6 മുന്നത്തെ സ്റ്റെപ്പുകളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റ് കണ്ടൻറ്റ്, അത് നമ്മൾ 383 ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് 3.15 പ്ലസ് 1 ഇതെന്ന് പറയുന്നത് നമ്മൾ സാൻഡ് പെർസെൻറ്റേജ്, അതായത് 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു സാൻഡ് പെർസെൻറ്റേജ് 31.5% ആണെന്നുള്ളത്. ആ പെർസെൻറ്റേജ് മാറ്റിയിട്ട് നമ്മൾ വാല്യൂ എഴുതിയിരിക്കുന്നതാണ് 0.315 എന്ന് പറയുന്നത്. പ്ലസ് FA/SFA. FA എന്നുള്ളത് നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. SFA എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 2.66. എല്ലാത്തിനും ഇൻറ്റു 1000 ചെയ്തു. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വാല്യൂ 558.75 കിലോഗ്രാം എന്ന് കിട്ടും. 558.75 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഫൈൻ അഗ്രിഗേറ്റിന് കിട്ടുക. നെക്സ്റ്റ് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. കോഴ്സ് അഗ്രിഗേറ്റിന് വേണ്ടിയിട്ടും ഒരു ഫോർമുല ഉണ്ട്. അതാണിത്. V = വാട്ടർ കണ്ടൻറ്റ് പ്ലസ് സിമെൻറ്റ് കണ്ടൻറ്റ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് പിന്നെ 1/1 - സാൻഡ് പെർസെൻറ്റേജ് ഇൻറ്റു വെയ്റ്റ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഇൻറ്റു 1/1000. അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മുമ്പെടുത്ത വോളിയം = 0.98 എന്നുണ്ട്, അത് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റിൻ്റെ വാല്യൂ W എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ്, C എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് കണ്ടൻറ്റ്, SC എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ്. എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അൺനോൺ ആയിട്ട് CA മാത്രമേ ഉണ്ടാവുള്ളൂ. CA എന്ന് പറഞ്ഞെങ്കിൽ കോഴ്സ് അഗ്രിഗേറ്റ് കണ്ടൻ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം വാല്യൂ 1256.24 അങ്ങനെ കിട്ടും. അതാണ് കോഴ്സ് അഗ്രിഗേറ്റ് ഇൻ കിലോഗ്രാമിൽ. നമുക്ക് ആൻസർ ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കിട്ടി, സിമെൻറ്റ് കിട്ടി, ഫൈൻ അഗ്രിഗേറ്റ് കിട്ടി, കോഴ്സ് അഗ്രിഗേറ്റ് കിട്ടി. ആ വാല്യൂസ് ഒരു ടേബിൾ ഫോർമാറ്റിൽ എഴുതിയിരിക്കുന്നതാണ്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 191.6 ലിറ്റേഴ്സ് എന്ന് കിട്ടിയിട്ടുള്ളതാണ്. സിമെൻറ്റ് കണ്ടൻറ്റ് 5ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നമ്മളൊക്കെ ഏകദേശം 383 കിലോഗ്രാം എന്ന് കിട്ടി. 6ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും കിട്ടിയിട്ടുണ്ട്. അതായത് ഫൈൻ അഗ്രിഗേറ്റ് 558.75, കോഴ്സ് അഗ്രിഗേറ്റ് 1256.24 കിലോഗ്രാം എന്ന് കിട്ടി. ഇനി കിട്ടിയ എല്ലാ വാല്യൂവിനും നമുക്ക് താഴത്തെ ടേബിളിൽ കാണാം. അതിനെല്ലാത്തിനും അതിൻ്റെ ഒരു സ്പെസിഫിക് ബൾക്ക് ഡെൻസിറ്റി കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാത്തിനും ഡിവൈഡഡ് ബൈ സിമെൻറ്റ് കണ്ടൻറ്റ് ചെയ്താലും മതി, സ്റ്റെപ്പ് നോക്കണമെന്നില്ല. ഈ കിട്ടിയ വാല്യൂസിനൊക്കെ നമുക്കതിൻ്റെ പ്രപ്പോർഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് സിമെൻറ്റ് കണ്ടൻറ്റോട് ഡിവൈഡ് ചെയ്യാനാണ്. ബൾക്ക് ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇതിൽ ബൾക്ക് ഡെൻസിറ്റി കൊണ്ടാണ് എല്ലാ വാല്യൂസിനെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഓരോന്നിനും ബൾക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ വാല്യൂവിനും ഇപ്പോൾ കിട്ടിയ 191.5 നമുക്കതിൻ്റെ സിമെൻറ്റ് കണ്ടൻറ്റും ഡിവൈഡ് ചെയ്താൽ മതി. 383 നമ്മൾ സിമെൻറ്റ് കണ്ടൻറ്റും ഡിവൈഡ് ചെയ്തു, നമുക്ക് 1 എന്നുള്ള വാല്യൂ കിട്ടും. പിന്നെ
പിന്നെ 558 കോഴ്സ് ഫൈൻ അഗ്രിഗേറ്റിന് നമ്മൾ അതിൻ്റെ സിമെൻറ്റ് കണ്ടൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് 383 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.46 ഏകദേശം ആ റേഞ്ചിൽ കിട്ടും. പിന്നെ നമുക്കതിനെ കോഴ്സ് അഗ്രിഗേറ്റിന് സിമെൻറ്റ് കണ്ടൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 383 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 3.28 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. 1:1.46 3.28. അതാണ് ഏകദേശം M20യുടെ സ്റ്റാൻഡേർഡ് വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്. 1:1.5:3 ആണ്. ഏകദേശം ആ റേഞ്ചിലേക്ക് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ ആൻസറിനെ കിട്ടിയ ഓരോന്നിൻ്റെയും കിലോഗ്രാമിലുള്ള വെയ്റ്റിനെ സിമെൻറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള വെയ്റ്റുമായിട്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ പ്രപ്പോർഷൻ കിട്ടുക. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നമ്മളിങ്ങനെ സാധാരണ ചെയ്യാറ് ഇങ്ങനെയൊക്കെ കിട്ടിയതിന് ശേഷം ട്രയൽ മിക്സുകൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് പിന്നെ ഓരോ ഡിഫറൻസ് വാട്ടർ സിമെൻറ്റ് റേഷ്യോയിലും അതിലൊക്കെ കറക്ഷൻസ് അപ്ലൈ ചെയ്തിട്ട് പിന്നെയും ചെയ്തിട്ടാണ് ലാസ്റ്റ് ഒരു ഫൈനൽ ആൻസർക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിൻ്റെ പ്രപ്പോർഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ.